കാഞ്ഞിരപ്പള്ളി കുളപ്പുറത്തെ കൊലപാതകവും ആത്മഹത്യയും വളരെയധികം ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നതാണ്. മനസ്സിൻ്റെ അകത്ത് നടക്കുന്ന ചില പ്രഹേളികയുണ്ട് മനുഷ്യന്. രണ്ടുപേരുടെയും മരണത്തിന് കാരണം ആ ചഞ്ചല ഹൃദയം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇത് വളരെ വിശദമായിട്ട് മലയാളികൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് മദ്യപാനിയായ ഭർത്താവിൻ്റെ ഒപ്പം നല്ല സാമ്പത്തികമുള്ള ഒരു പെൺകുട്ടി വർഷങ്ങളോളം ജീവിച്ചു. ഇപ്പോൾ അവർക്ക് പോലീസ് പറയുന്നതനുസരിച്ച് 49 വയസ്സുണ്ട്. നമ്മുടെ പത്രവാർത്തയിൽ 45 വയസ്സാണ് ഷേർലി മാത്യുവിന് ഉള്ളതെന്ന് കരുതുന്നു. ഷേർലി മാത്യു പുതിയ വീട് വെച്ചു. അത് അവരുടെ ഒരു ഫ്രണ്ട് കുമ്മനത്തുള്ള ജോബുമായിട്ട് ചേർന്നായിരുന്നു. ജോബിന് 36 വയസ്സേ ഉള്ളൂ. ഇവർക്ക് 45 വയസ്സെന്നാണ് പറയുന്നെങ്കിലും 49 വയസ്സ് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അവർ മോഹിച്ചു വെച്ച ആ വലിയ ബൃഹത്തായ വീടിൻ്റെ അകത്ത് ബെഡ്റൂമിലെ കട്ടിലിനടിയിൽ അവരെ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. അവരുടെ കൂടെ താമസിച്ചിരുന്ന ജോബ് അടുത്ത മുറിയിലെ സ്റ്റെയർ കേസിലെ അവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാലുകൾ നിലത്ത് മുട്ടി തന്നെയാണ് നിന്നത്. ആത്മഹത്യക്ക് തീർച്ചയായിട്ടും കാല് മുട്ടിയാലും ആത്മഹത്യ ചെയ്യാം. എങ്കിലും കാല് നിലത്ത് ഊന്നി തന്നെ നാട്ടുകാർ സംശയം പറയുന്നുണ്ട്. ഇത് കാഞ്ഞിരപ്പള്ളി ഈ കുളപ്പുറത്ത് ഷേർലി വന്ന് നേരത്തെ അതിനടുത്ത് വാടകയ്ക്ക് താമസിച്ചു. വലിയ വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ചിലരോട് പറഞ്ഞു വിദേശത്ത് പോയി ഭർത്താവ്. അങ്ങനെ അവരുടെ സുഹൃത്തുമായിട്ട് ഒന്നിച്ച് താമസിക്കുകയാണ്. അത് തൻ്റെ സഹോദരനാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ വാടക വീടിനടുത്ത് തന്നെ സ്ഥലം വാങ്ങി ബൃഹത്തായ വലിയൊരു വളരെയധികം പണം മുടക്കി ഒരു വീട് വെച്ചു, പണി തീർത്തു, അങ്ങോട്ട് മാറി. അവിടെ 6 മാസമായിട്ട് താമസിച്ചു വരുന്ന സന്ദർഭത്തിലാണ് അവർ കൊല ചെയ്യപ്പെട്ടതും അവരുടെ കൂടെ താമസിച്ച കുമ്മനം സ്വദേശി ജോബ് ആത്മഹത്യ ചെയ്ത നിലയിലും കാണപ്പെട്ടത്. ഇത് ഇവർ രണ്ടുപേരും ജീവിത രീതി ഇപ്പം കേരളത്തിൽ പലയിടത്തും ഈ രീതിയിലുള്ള കൊലപാതകവും മരണവും ജീവിതവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ വളരെയധികം മാറി. നമ്മുടെ പാരമ്പര്യമായി നമുക്ക് സിദ്ധിച്ചു വന്ന ആ കുടുംബ പശ്ചാത്തലവും കുടുംബ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു മലയാളിക്ക്. ഇപ്പം മലയാളി വ്യത്യസ്തമായ രീതിയിലേക്ക് കുടുംബജീവിതം നയിക്കുകയാണ്. വിവാഹവും അങ്ങനെയുള്ള ബന്ധങ്ങളും ഒന്നും ആവശ്യമില്ല എന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി. അവരൊറ്റയ്ക്ക് തന്നിഷ്ടം അനുസരിച്ച് ജീവിച്ച് മുന്നേറുന്ന കാഴ്ചയാണ്. അതിലൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. ഇതിനകത്ത് ഇവരുടെ കൂടെ താമസിച്ച 35-38 വയസ്സുള്ള ആ ജോബ് MSc B.Ed.കാരനാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ചെറുക്കനാണ്. അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. അയാൾ ഒറ്റയ്ക്ക് ആണ് കൂടുതലും കഴിഞ്ഞുകൂടുന്നത്. അയാൾ ഈ IAS അക്കാഡമിയൊക്കെ പാലായിലും അതുപോലെ ആലപ്പുഴയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കും. അതിനുള്ള പണം ഒറ്റയ്ക്ക് ശേഖരിക്കും. അങ്ങനെ വരുന്ന ആളാണ് ജോബ്. ഒരു മസാജ് സെൻറ്ററിൽ ചെന്നപ്പം അവിടെ വെച്ചാണ് ഷേർലി മാത്യുവിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം ഇയാൾ ഒറ്റക്കാരനാണ്, ഒറ്റയ്ക്ക് നടക്കുന്നവനാണ്. അതേസമയത്ത് അവരുടെ ഭർത്താവ് മരിച്ചു എന്നുള്ള വിവരം പറഞ്ഞിട്ടുണ്ടാവും. അവർ കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ്. അവർക്ക് പ്രായം കൂടുതലുണ്ടെങ്കിലും അവർ സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ മസാജ് സെൻറ്ററിലൊക്കെ പോയി ശരീരത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ അവർ അടുപ്പമായി രണ്ടുപേരും. ഇയാൾ ഒറ്റക്കാരനാണ്. ഇയാൾക്ക് അങ്ങനെ ആരോടൊരു പ്രതിപത്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു മനുഷ്യ സ്നേഹിയാണ്. കാരണം ഇയാളെ വീട്ടിൽ ഇയാൾ പട്ടികളെയൊക്കെ വളർത്തി അതുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ അത് ഒരു ശല്യമായപ്പോൾ പിന്നെ അത് ഉപേക്ഷിച്ചു. അതൊരു സമയത്ത് ഇയാൾ കാലൊടിഞ്ഞ ഒരു പട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് അങ്ങനെ ഒരു ജീവിതത്തിൽ മൃഗങ്ങളോട് വരെ വളരെയധികം സ്നേഹവും അവരോട് നൈപുണ്യവും അവരോട് ദയയൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് വരുമ്പം ആ മനസ്സിലുണ്ടായ മാറ്റം അയാൾ തന്നെയാണോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമ്മൾ ഈ കേസിനകത്ത് വരും. വളരെ ദുരൂഹമായ രീതിയിലാണ് ഇവർ രണ്ടുപേരെയും മനസ്സിൻ്റെ പ്രവർത്തനം എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം വ്യത്യസ്തമായ രീതിയിൽ പറയാൻ കാരണം. ശക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ചില കാര്യത്തിൽ നമുക്ക് പലർക്കും കഴിയില്ല.
നമ്മൾ അവിടുന്ന് മാറിപ്പോവും. ചില വിശ്വാസവും ചില സംശയങ്ങളും ഒക്കെ മുള പൊട്ടി വരും. ചില കാര്യത്തിൽ ചിലതിനോട് നമുക്ക് കൂടുതൽ വിശ്വാസം തോന്നും, അല്ലെങ്കിൽ ദൈവത്തിനോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികളോട്, അല്ലെങ്കിൽ നമുക്കറിയാം മന്ത്രവാദത്തിൽ അങ്ങനെയോട്ടൊക്കെ പോകും. മനസ്സെപ്പോഴും ചഞ്ചലമായി പല രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഷേർലി മാത്യുവിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഭർത്താവുമായിട്ട് ഒന്നിച്ച് ഇടുക്കി നെടുങ്കണ്ടത്ത് താമസിക്കുന്ന സമയത്ത് അതിൽ സ്ഥിരം മദ്യപാനിയായി നല്ല സാമ്പത്തികമുള്ളതാണ്, മക്കളുണ്ടെന്ന് കരുതുന്നു. ഒരു ആൺകുട്ടി ഏതായാലും ഈ മരണപ്പെട്ട വീട്ടിനവിടെ ഒരിക്കലും വന്നതായിട്ട്, ആ മരിച്ച സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആത്മഹത്യ ചെയ്ത ആളും ഈ പയ്യനും ഇവരുടെ ഒരു മകനും ഒന്നിച്ച് നടന്നതായിട്ടും, ആ അമ്മയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം ആ മകനും ഇപ്പോഴത്തെ അവരുടെ അമ്മയുടെ സുഹൃത്തുമായിട്ട് ഇവരെ എറണാകുളത്ത് അവിടെ ചികിത്സിക്കാൻ കൊണ്ടുപോയി സൈക്യാട്രീനടുത്ത്. ആ ചികിത്സയ്ക്ക് വിധേയമാകുന്ന അവർ അവിടുന്ന് ചാടി ഇറങ്ങി ഓടി. എന്നിട്ട് അവരുടെ കാറ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് അവർ ഈ വീട്ടിൽ തിരിച്ചു വന്നു. അതിനുശേഷം ഇവരുടെ ആൺ സുഹൃത്തുമായിട്ട് വലിയ അടുപ്പമില്ല എന്നാണ് വരുന്നത്. എന്തായാലും ഇവരുടെ ജീവിത രീതി വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവരൊരു ആഗ്രഹം എന്തായിരുന്നു, വലിയ ഒരു ശക്തമായ ഒരു തീരുമാനം അവരെടുത്തു. നല്ല ഒരു വീട് വേണം, വളരെ അധികം പണം മുടക്കിയ ഒരു വീട് വേണം. അതിന് പലരോടും പണം അവർ കടം വാങ്ങിച്ചു. ഇവരുടെ ആൺ സുഹൃത്തിനും അവരെ ധാരാളം പണം കടം വാങ്ങിച്ചു. എങ്കിലും അവരുടെ മനസ്സിൽ പതിഞ്ഞ ചെറുപ്പം മുതലുള്ള ആഗ്രഹം, ഭർത്താവ് കുടിയനായിട്ട് ഒന്നും നടന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വലിയ ബൃഹത്തായ ഒരു വീട് വെക്കണമെന്ന്. വളരെയധികം ഭംഗിയുള്ള ഒരു വീട് ഇവർ ഈ വാടകയ്ക്ക് താമസിക്കുന്നതിന് അടുത്ത് തന്നെ അവർ വെച്ചു. അത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ജീവിതത്തിൽ, ഇങ്ങനെ ഒരു സംഭവം, ഒരു വീട് വേണം. പക്ഷെ വീട് പോയ ശക്തമായ തീരുമാനമൊക്കെ നല്ലതാണ്. അത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ടും ഇല്ല എന്നതിന് മനസ്സിലായി. അതുകൊണ്ടാണ് അത്ര സൗന്ദര്യമുള്ള നല്ലൊരു വീട് അവർ വെച്ചത്. പക്ഷെ മാർഗം തെറ്റിപ്പോയി. വീട് ഏതായാലും അവര് പണിത കാര്യം നല്ലത്, കടം വാങ്ങിച്ചാലും അവരെ ആഗ്രഹം അവർ യഥേഷ്ടം നടപ്പാക്കി. പക്ഷേ അതിനുള്ള മാർഗം, പണം ഉണ്ടാക്കാനുള്ള മാർഗം വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. ലക്ഷ്യം നല്ലതാണ്, പക്ഷേ മാർഗം കൂടെ നോക്കണം. പലരും രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അന്നേരം മനസ്സിലാവില്ല. ലക്ഷ്യം നല്ലതാണ്, പക്ഷെ മാർഗം വളരെ അധികം നമ്മൾ സത്യസന്ധമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഇവരുടെ കൂടെ താമസിച്ച ആ ജോബ്, അയാൾക്ക് 10-38 വയസ്സ് ഒറ്റയ്ക്ക് ജീവിച്ച മനുഷ്യനാണ്. ഇവരുമായിട്ടുള്ള അടുപ്പം കൊണ്ട് അവരോട് പ്രേമവും പ്രണയവും ഒക്കെ തോന്നി. വയസ്സ് അയാൾക്കൊരു പ്രശ്നമല്ല. കാരണം അവർക്ക് 49 വയസ്സ്, 50 വയസ്സിനോട് അടുത്തായെങ്കിലും ഇയാളെക്കാട്ടും 10-15 വയസ്സിന് മൂപ്പ് കൂടുതലുണ്ടെങ്കിലും അവരുടെ സ്നേഹവും ബഹുമാനവും അവരോടുള്ള ഇഷ്ടവും അവർക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുമുള്ള വിശ്വാസം, അതുകൊണ്ടാണ് അവരോടൊപ്പം ഇയാൾ ജീവിച്ചത്. പക്ഷേ വീടെല്ലാം പണിത് വളരെ മനോഹരമായ വീടിന്റെ മുൻവശത്ത് മുഴുവൻ ചെടിച്ചട്ടികളും അത് ജാപ്പനീസ് രീതിയിലുള്ള പുഷ്പങ്ങളും ഒക്കെ അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്ന വളരെ ഭംഗിയുള്ളൊരു വീടായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും അതിശയം, ഇത്ര വലിയൊരു വീട്, 1.5 കോടി 2 കോടി രൂപ ചെലവാക്കിയിട്ട് വെച്ചൊരു വീടാണ്. ആ വീട്ടിലാണ് താമസിക്കുന്നത് ഇവരും ഇവരുടെ ആൺ സുഹൃത്തുമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് വീടിനോട് വലിയ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. ഭർത്താവ് കുടിയനായി നല്ല ഒരു വീട് വെക്കാൻ പറ്റിയില്ല. ആ ആഗ്രഹം ഭർത്താവ് മരിച്ച ശേഷം അവരുടെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ആഗ്രഹം നല്ലത്, ലക്ഷ്യം നല്ലത്, പക്ഷെ മാർഗം തെറ്റി എന്നെനിക്ക് തോന്നാൻ കാരണം, ഇവരുടെ ആൺ സുഹൃത്ത് ഒരു ദിവസം അവിടെ വന്നപ്പം അവിടെ ഇവരെ മോശമായ രീതിയിൽ മറ്റൊരാളുമായിട്ട് കണ്ടപ്പം അയാൾ ഡെസ്പറേറ്റായി. അയാൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല എന്നാണ്. അയാളുടെ മനസ്സിൽ അത് വളരെയധികം വ്യഥയുണ്ടാക്കി എന്നാണ്. പിന്നീട് അയാൾ ആ വീട്ടിലോട്ടുള്ള വരവ് നിന്നു. നാട്ടുകാരോടൊക്കെ പറഞ്ഞ ബ്രദറാണ്, രണ്ടുപേരും ഒന്നിച്ച് കാറിപ്പോകുന്ന കണ്ടിട്ടുണ്ട് അവർ. പക്ഷെ അയൽവക്കക്കാരുമായിട്ട് വലിയ അടുപ്പമൊന്നും ഇവർ പ്രകടിപ്പിക്കാറില്ല, അകന്ന് നിൽക്കുമായിരുന്നു ഒരു സാധാരണഗതിയിൽ. എന്തായാലും ഇവർക്ക് 2-3 മുഖങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം 2 മുഖങ്ങൾ ഏതായാലും ഉണ്ട്. ഒന്ന്, അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പലരുമായിട്ട് ബന്ധപ്പെടുകയും, മറ്റൊന്ന് അവർ പണം ഉണ്ടാക്കി അവർ വലിയ ബൃഹത്തായ വീട് വെച്ച് മറ്റൊരു മുഖമായിട്ട് നിൽക്കുന്നതൊക്കെ കാണാം. ഇത് പറയാൻ കാരണം, ഇവരെ വീടിനടുത്ത് മറ്റൊരാള് ഇവരുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്ത്രീയും ഇവരുടെ
ആൺ സുഹൃത്തും വീട്ടിലുള്ള സമയത്ത് അയാൾ വരുമായിരുന്നു. പക്ഷേ ഇവരുടെ മരണത്തിന് മുമ്പ്, കൊലപാതകത്തിന് മുമ്പ് ഇവർ താമസം തുടങ്ങിയ ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു. ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. എന്തിനാണെന്ന് അറിയില്ല. ഇവരുടെ വീടിനടുത്തുള്ള ആളാണ്, ഇവിടെ തന്നെയുള്ള ആളാണ്, ഈ പുതിയ വീട് വെച്ചതിൻ്റെ അടുത്തുള്ള ആളാണ്. അയാൾ ആത്മഹത്യ ചെയ്ത ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ മാതാവും പിതാവും ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു സംഭവം അവിടെയുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വളരെ ദുരൂഹമാണ് ആ ജീവിത രീതികൾ അവരുടെയും. പല ആൾക്കാരും അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഓണസ്റ്റി ഒന്നും ആർക്കും ഉണ്ടാവില്ല. വ്യത്യസ്തമായ മുഖങ്ങളും വ്യത്യസ്തമായ ചിന്തകളും വികൃതമായ മനസ്സുമായിട്ട് നടക്കുന്നവർ പലരും നമ്മുടെ ഇടയിലുണ്ടെന്ന് നമ്മൾ കരുതിക്കണം. പക്ഷെ അതൊന്നും വെളിയിലോട്ട് വരികയില്ല. ഇങ്ങനെയുള്ള ചില കേസുകൾ ഉണ്ടാകുമ്പോഴാണ് അതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വെളിയിലോട്ട് വരുന്നത്. കോട്ടയം കുമ്മനം ആലുമൂട് കുരുട്ടുപറമ്പിലെ താമസിക്കുന്ന ആ വീട്ടിലെ വ്യക്തിയാണ് ജോബ് സക്രിയ എന്ന ഈ 38കാരൻ. യഥാർത്ഥത്തിൽ 38 വയസ്സ് അദ്ദേഹത്തിന് ഉണ്ട്. MSc വീട്ടുകാരൻ. നെടുങ്കണ്ടത്ത് കല്ലാറിലെ തുരുത്തി വീട്ടിലെ ആണ് ഷേർലി മാത്യു. ഏതായാലും ഭർത്താവും അവർ കൃഷിക്കാരായിരിക്കണം, നല്ല സാമ്പത്തികം ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും ഇവരുടെ വീട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അവർ പറഞ്ഞു, എനിക്ക് ചില അപകടം ഉണ്ടാവും സംശയിക്കുന്നുണ്ട്. താൻ സ്നേഹിക്കുന്ന തൻ്റെ കൂടെയുള്ള പുരുഷൻ്റെ ഭാഗം അയാളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ വരുന്നുണ്ട്, എനിക്കൊരു ഭയമുണ്ട്, അയാൾ കൊല്ലുമോ എന്നൊക്കെ ഇവരുടെ മറ്റൊരു സുഹൃത്തിനോട് അവർ പറഞ്ഞിരുന്നു. അയാൾ രാവിലെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അയാൾക്ക് സംശയം തോന്നി, എന്തെങ്കിലും നടന്നോ ഇല്ലയോ എന്ന് പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഈ പുതിയ വീട്ടിൽ പോലീസ് എത്തുന്നത്. പോലീസ് വരുമ്പം വീടിൻ്റെ മുൻവശമൊക്കെ ലോക്ക് ചെയ്തിരുന്നു. പക്ഷേ പിൻവശത്തെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അത് ജോബ് തന്നെയാണോ തുറന്നിട്ടത് ആയിരിക്കാം, കാരണം ആരെങ്കിലും വന്നോട്ടെ എന്ന് പിടിച്ചിട്ടായിരിക്കാം. ഏതായാലും പിൻവശത്തെ വാതിൽ തുറന്നിട്ടിരിക്കും. മനോഹരമായ വീടിന്റെ പിൻവശം വാതിൽ ചവിട്ടിപ്പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടുണ്ടാവാം. അത് ആര് കരുതി എന്നറിയത്തില്ല. പിൻവശം വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഇനി അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇവരെ കട്ടിലിനടിയിൽ തന്നെ കഴുത്തും ഞെരിച്ച് കണ്ടു. ആ പിൻവശം വാതിൽ ഇവർ തുറന്നിട്ടതാണോ, ഈ ഷേർലി മാത്യു തുറന്നിട്ടതാണോ, അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇറങ്ങിപ്പോയതാണോ? അതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നത്. ആ വീട്ടിലെ ഈ ജോബ് ഉണ്ടായിരുന്നോ? ജോബ് ഇവരെ കട്ടിലിനടിയിലാണ് കൊന്നിട്ടിരിക്കുന്നതായി കണ്ടത്. എന്താണ് അങ്ങനെയൊന്നും അവിടേക്ക് വന്നതെന്ന് അറിയില്ല. കഴുത്തറുത്ത് അങ്ങനെ കൊന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതിനുശേഷം അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ വാതിൽ പിൻവശം തുറന്നു കിടക്കുന്നത്? അത് മരിക്കാൻ പോകുന്ന ആള് അവരെ കൊന്നിട്ട് സ്വയം അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആള് എന്തിനാണ് ആ വാതിൽ സുരക്ഷിതമായിട്ട് അടച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ, ഇവരെ കൊല്ലുകയാണല്ലോ, മറ്റാരെങ്കിലും കയറി വന്നെങ്കിലോ. അതുകൊണ്ട് ആ വാതിൽ തുറന്നു കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പോലീസ് കണ്ടെത്തണം. കാരണം ദുരൂഹതയുണ്ട് ആ കാര്യത്തിൽ. ഇവര് നേരത്തെ ഇപ്പം കുളപ്പുറത്ത് ഈ വീട് വെക്കുന്നതിന് മുമ്പ് അടുത്ത് തന്നെ മുക്കാലയിൽ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ ആരുമായിട്ട് ഇവർക്ക് അടുപ്പം ഉണ്ടാകുന്നില്ല. എന്തായാലും വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ സർവ്വസാധാരണമായി നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ഇതിനകത്ത് 38 വയസ്സുകാരനായ ജോബ് അന്തർമുഖനായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അന്തർമുഖനായിരുന്നു, ആരുമായിട്ട് അടുക്കില്ല, നല്ല ക്ലാസ് എടുപ്പുകാരനായിരുന്നു, ആലപ്പുഴയിലുള്ളവർ പറയുന്നുണ്ട്. ഇവരുടെ ഇയാളുടെ വീടിനടുത്തുള്ള ഒരാൾ പറയുന്നത്, ഇയാൾ പട്ടികളോടൊക്കെ ദയ കാണിക്കുന്ന ആൾ എങ്ങനെയാണ് ഒരു സ്ത്രീയെ കൊല്ലുന്നത് എന്ന് അയാൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. ഏതായാലും വളരെ ദുരൂഹതയുള്ളൊരു കേസ് തന്നെയായതുകൊണ്ട് പോലീസ് കാര്യമായി ഇത് അന്വേഷിക്കണം. ഇതിനകത്ത് നമുക്ക് പലർക്കും പല രീതിയിലുള്ള മുഖങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളത് പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇയാൾ എന്താ അങ്ങനെ സംസാരിക്കുന്നത്. എങ്കിലും പൊതുവെ നമ്മൾ ഈ ദ്വിമുഖം അല്ലെങ്കിൽ 2-3 മുഖങ്ങളുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, അതിനകത്ത് പുതിയ നിയമത്തിനകത്ത് ഒരു വാക്ക് കിടപ്പുണ്ട്. അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പുതിയ നിയമത്തിലെ 1:8 ജെയിംസ് 1:8 ഒരു കാര്യം, അത് നമ്മൾ പറയുന്ന സംശയ മനസ്സ് എല്ലാ കാര്യക്കും പലർക്കും ഉണ്ടാവും. എല്ലാത്തിലും സംശയമാണ്. ചഞ്ചലമായ ഹൃദയമുള്ളവരാണ് അവർ. അങ്ങനെ ചഞ്ചല ഹൃദയത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നവർക്ക് തീർച്ചയായിട്ടും കർത്താവിൽ നിന്ന് യാതൊരു ഹെൽപ്പും ലഭിക്കില്ല എന്നാണ് 1:8 പറയുന്നത്. ജെയിംസ് 1:8 പുതിയ നിയമം വായിച്ചു നോക്കുക. അതിനകത്ത് അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. ചഞ്ചല ഹൃദയം ആ ലേഡിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല ആൾക്കാരുമായിട്ട് അവർ പണം സമ്പാദിക്കുന്ന പല വിധേയത്വം
പലരുമായിട്ട് ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ പണം കൊണ്ടുവരാനായിട്ട് പലരെയും അയക്ക് ബന്ധപ്പെട്ട് പണം വാങ്ങിച്ചവരെല്ലാവരും അവരെ ദുരുപയോഗം ചെയ്തു, അവരോട് വിധേയത്വം ഇവർക്കുണ്ടായി. അതുകൊണ്ടാണ് ജെയിംസ് 1:8 പുതിയ നിയമം വായിച്ചു നോക്കണം എന്ന് ഞാൻ പറയുന്നത്.